കവിൾ തുടുക്കാനും അതുപോലെ തന്നെ വണ്ണം വയ്ക്കാനും സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ശരീരം മെലിയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രധാനമായും പാരമ്പര്യമായിട്ടാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പോഷകരമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാത്തത് മൂലമാണ്, പ്രത്യേകിച്ച് കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് മുതൽ ശരിയായ രീതിയിലുള്ള ആഹാരം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുപോലുള്ള ഹോം റെമഡീസ് അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സൊക്കെയാണ്, നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ണങ്കായയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കണ്ണങ്കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ കായ ആയതുകൊണ്ട് തന്നെ 2 എണ്ണമാണ് ഞാനിവിടെ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പഴമാണ് എടുക്കുന്നതെങ്കിൽ വലിയ പഴമൊക്കെ എടുക്കുമ്പോൾ അത് ഒരു പഴം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ണങ്കായ കുട്ടികൾക്കൊക്കെ ഉണക്കിപ്പൊടിച്ച് കൊടുക്കാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഔഷധ ഗുണം ഏറെയുള്ള ഒരു പഴമാണിത് കേട്ടോ. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 5 ബദാമാണ്. ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം. BP, കൊളസ്ട്രോൾ എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ബദാം ഇല്ലെങ്കിൽ ഇപ്പോൾ സാരമില്ല, അതിന് പകരമായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി കുതിർത്താണ് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ രണ്ടും ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമായാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ശരീരപുഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു പിടി കപ്പലണ്ടി ഒരു രാത്രി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. രാവിലെ ഇതേപോലെ ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ അമിതമായിട്ട് കഴിക്കുന്നതും നല്ലതല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കാനുള്ള നല്ല ഒന്നാന്തരം ഒരു മാർഗ്ഗമാണ്. പാവങ്ങളുടെ ബദാം എന്നാണ് ഈ കപ്പലണ്ടിയെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്ന 1 ഗ്ലാസ് പാലിലാണെങ്കിൽ അതിൻ്റെ ആദ്യം നമ്മൾ കുറച്ച് പാൽ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ബാക്കി പാൽ കൂടി പിന്നീട് ചേർത്തിട്ട് എടുത്താൽ മതിയാകും. ഒന്നിച്ച് കൂടുതൽ പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള പശുവും പാൽ കിട്ടുമെങ്കിൽ അത് തന്നെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് മുതൽ നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബദാം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ മധുരം ഒന്നും പ്രത്യേകിച്ച് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മധുരം വേണമെന്നുള്ളവർക്ക് തേനോ പഞ്ചസാരയോ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. തേനാണ് കൂടുതൽ ഹെൽത്തി. പിന്നെ ഇനി നമുക്കിത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കുടിക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ആഹാരത്തിനൊപ്പം കഴിക്കുന്നത് ഒഴിവാക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഒപ്പം കഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരം കഴിക്കാതെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആഹാരമായിട്ട് എപ്പോഴും ഒരു ചെറിയൊരു ഇടവേള എടുത്തിട്ട് കഴിക്കുക. അപ്പോൾ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ 1 മാസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ വെയിറ്റ് നോക്കിയിട്ട് വേണം ഇത് കുടിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് വീണ്ടും ചെക്ക് ചെയ്യാൻ നല്ലൊരു വ്യത്യാസം ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അവർക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കുടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.